ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ബ്ലഡ് മൂൺ വിശദമായിട്ട് കാണാൻ വേണ്ടിയിട്ട് മുസിരീസിലേക്ക് പോണ പോക്കാണ് ഈ കാണുന്നത്. കൂടെ അച്ഛനെയും കൊച്ചുനെയും കൂട്ടി അതിറ്റിങ്ങളില്ലാതെ ഒരു കഷായവും ഇല്ല. എക്സാം ഒക്കെ ആയിട്ട് ആകെ ഇടങ്ങേറ് പിടിച്ചിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ഒരു റിലാക്സേഷൻ കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. നമ്മുടെ ഇളയ ഗുരുപ്പ് താഴത്തെ കൂടെ നടക്കാൻ പറ്റാണ്ട് മൂളിൽ കൂടെ തന്നെ നടപ്പുണ്ട്. കുറച്ചു നേരം കഴിയുമ്പോൾ എന്തെങ്കിലും പറ്റി കഴിയുമ്പോൾ സമാധാനം ആയിക്കോളൂ. അപ്പോൾ റിലാക്സേഷൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റിലാക്സ് ചെയ്യണത് നമ്മുടെ ക്രിയേറ്റിവിറ്റി ഉണർത്തുമെന്നാണ് പറയുന്നത്. കുറച്ചാളായി എൻ്റെ ക്രിയേറ്റിവിറ്റി ഇത്തിരി ഡൗൺ ആയിരുന്നു. അപ്പോൾ അതും കൂടി ഉണരട്ടെ എന്ന് വിചാരിച്ചാണ് എല്ലാവരും കൂടി ഇങ്ങനെ സന്തോഷമായിട്ട് ഇവിടെ വന്ന് ചിരിച്ചിരിക്കാമെന്ന് വിചാരിച്ചത്. ഇവിടെ വന്ന് ആകാശത്തോട്ട് നോക്കിയിട്ട് ബ്ലഡ് മൂണിന് പകരം ഞങ്ങൾക്ക് ബ്ലൂ മൂണാണ് കാണാൻ പറ്റിയത്. ഇനി മാറിപ്പോയാന്നാവോ. പിന്നെ മുസ്രീസല്ലേ ഇഷ്ടം പോലെ കാഴ്ചകളുണ്ടല്ലോ കാണാനായിട്ട്. അപ്പോൾ അതൊക്കെ കണ്ട് ഇങ്ങനെ ഇരുന്നു. കൊച്ചുസ് ദേ പാക്കർ കളിച്ച് എന്തോ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് നേരത്തൊക്കെ മിണ്ടണുണ്ടായിരുന്നില്ല. ഒരു അമ്മ എന്ന നിലയിൽ ഞാൻ പ്രോത്സാഹിപ്പിക്കണില്ലെന്ന് നിങ്ങൾ പറയരുതട്ടെ. എൻ്റെ പ്രോത്സാഹനം കൂടിയിട്ടാണ് ഇവൻ ചീത്തവണെന്നാണ് മൂത്ത മോൻ പറയണത്. ഞങ്ങളുടെ ബാക്കിൽ ഓൾഡ് സ്കൂൾ ടീയും അപ്പുറത്തേക്ക് പോകുമ്പോൾ ഡേസി ഡംപ്ലിങ്സും ഒക്കെ ഇങ്ങോട്ട് വാ എന്നും പറഞ്ഞ് ഞങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കണായിരുന്നു. പിന്നെ അച്ഛൻ്റെ വിദഗ്ധമായ കൈകടത്തലുകൾ കൊണ്ട് വീട്ടിൽ പോയി ചോറ് തിന്നോളാന്ന് സമ്മതിച്ചു. കൊച്ചൂസ് ഇതേ രണ്ടാമത് ഓണായിട്ടുണ്ട് കേട്ടോ. ഈ അന്വേഷിച്ചെടുക്കണ എന്തിനാണെന്ന് അറിയാമോ? അവിടെ കുറേ പട്ടികളെയൊക്കെ കൊണ്ടുവരും. വീട്ടുകളിൽ വളർത്തുന്ന പട്ടികൾ ഇതേപോലെ നടത്താനൊക്കെ കൊണ്ടുവരുമല്ലോ. അതിനാണ് ഈ നോക്കണത്. പക്ഷെ ഇന്ന് നമുക്ക് അവിടെ ഉള്ള ഒരു സാധാരണ പട്ടിനെയാണ് കാണാൻ സാധിച്ചത്. അതിനാണ് ഭയങ്കര സ്നേഹം. പക്ഷെ എനിക്ക് പട്ടിനെ പേടിയുണ്ട്. ഞാൻ പിന്നെ അതിൻ്റെ അടുത്തേക്ക് പോയില്ല. മുസ്ലിംസിൽ ഇങ്ങനെ നടക്കുമ്പോൾ ഒരു പ്രത്യേകത ഉള്ളത് നമ്മുടെ പരിചയക്കാരെയോ അയൽവക്കക്കാരെയോ സുഹൃത്തുക്കളെയൊക്കെ കാണാൻ സാധിക്കും. ഇന്ന് നമുക്ക് അഭിനന്ദിനെയും അഭിനന്ദിൻ്റെ അമ്മനെയും ഡാൻസ് മാഷിനെയും പുള്ളിക്കാരൻ്റെ മോനെയാണ് കിട്ടിയത്. അവരൊക്കെ ആയിട്ട് കുറേ നാളെ കണ്ടിട്ട് കുറേ സംസാരിച്ചിട്ടാ. ബ്ലഡ് മൂൺ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരനൊന്നും പുറത്തേക്ക് വരണ്ടേ, ഭയങ്കര ഡിമാൻഡായിരുന്നു ഇന്നലെ. ഏറ്റവും അവസാനം ഒന്ന് കണ്ട്. പക്ഷെ എന്താണ്, ബ്ലഡ് മൂൺ അല്ലായിരുന്നു. നേരം വെളുത്തപ്പോഴാണ് സത്യം ഞാൻ അറിഞ്ഞത്. അമേരിക്കയിലും യൂറോപ്പിലും മാത്രമേ കാണാൻ പറ്റുള്ളായിരുന്നു. ഒരുമാതിരി പരിപാടിയായി പോയിട്ടേ ചെയ്തത്.